നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയം ദിശ മാറി സഞ്ചരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. കാരണം നമുക്കറിയാം, ED ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും അതേപോലെ CMRL എക്സാലോജിയുമായി ബന്ധപ്പെട്ട കേസിലും കരിമണൽ കേസിലൊക്കെ വലിയ തരത്തിലുള്ള കാര്യങ്ങളോടും ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂട്ടി വെച്ച് ആലോചിക്കുമ്പോൾ ഷോൺ ജോർജ് പറഞ്ഞ കാര്യത്തിലോട്ടാണ് കാര്യങ്ങളുടെ എല്ലാം പോക്ക്. വീണ വിജയൻ വെറും ഒരു എന്താ പറയുക, മുമ്പിൽ നിർത്താൻ പറ്റിയ ഒരു അതെ ബിനാമി മാത്രമാണ്. അതിൻ്റെ പിന്നിൽ വലിയ തരത്തിലുള്ള സ്രാവുകളുണ്ട് എന്നുള്ളത് മുൻപേ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ മാത്യു കുഴൽനാടനും ഈ വിഷയം ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവരൊക്കെ പറഞ്ഞതിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം 29-ാം തീയതി ആയിരുന്നു 3-ാം വട്ടം വീണ വിജയനെ ഈ പറഞ്ഞ പോലെ അന്വേഷണത്തിന് വിധേയമായി ആക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഡേറ്റ്. പക്ഷേ അത് മറികടന്ന് വീണ വിജയൻ നേരത്തെ തന്നെ EDയുടെ അടുത്തോട്ട് പോകുന്നു, ചോദ്യം ചെയ്യൽ നേരിടുന്നു. പക്ഷേ അതിൽ അതിനിർണായകമായ പല കാര്യങ്ങളും പുറത്തു വരുന്നു. മാത്രമല്ല, ഇതിനെല്ലാം പിറകിൽ മറ്റൊരാളുണ്ടെന്ന്. കാരണം വീണ വിജയൻ്റെ കമ്പനിക്കോ അത്തരത്തിലുള്ള വലിയൊരു വ്യാഖ്യാതിയോ അറിയപ്പെടുന്ന ഒന്നുമില്ല. മൈക്രോസോഫ്റ്റിനെ പോലുള്ള ആൾക്കാർക്ക് എന്ത് ഉപദേശമാണ് ഇവർ കൊടുത്ത് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് MS ഓഫീസ് ഉണ്ട്, വേർഡ് ഉണ്ട്, പവർ പോയിൻ്റ് ഉണ്ട്, എക്സൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് തന്നെ നിർമ്മിക്കുന്നത്. അവർക്കൊക്കെ എന്ത് കാര്യങ്ങളാണ്, എന്ത് ഉപദേശങ്ങളാണ് വീണ വിജയനോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഈ കമ്പനി കൊടുത്ത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഇത്രത്തോളം എസ്റ്റാബ്ലിഷ് ആവാത്ത ഒരു കമ്പനി, ഇത്രത്തോളം ലോകത്താൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിക്ക് എന്ത് അഡ്വൈസാണ് അവർ കൊടുത്തത് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ED പറയുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പാർട്ടി ഇടപാടുകളുണ്ടോ എന്നുള്ളത്. ഇത്രയും കാലം ED അന്വേഷിച്ചത് ഈ പറയപ്പെട്ട പോലെ PMLA ആക്ട് പ്രകാരം കള്ളപ്പണ കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ED കണ്ടെത്തുന്നു. അത് CBIയിലോട്ട് ശുപാർശ ചെയ്യപ്പെടേണ്ട പല അവസ്ഥകളും ഉണ്ടെന്നും പറയുന്നു. അപ്പം കേരള രാഷ്ട്രീയം ഇന്നേ വരെ വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക്. ഇതെല്ലാം കലങ്ങി മറിയുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു എന്താ പറയുക, കൃത്യമായി രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ CPM ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫവാസെ, ഇത് CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് നടന്ന കേവലം 2,78,00,000 രൂപയുടെ ഒരു കേസല്ല ഇത്. കാരണം അതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളുള്ള കേസാണെന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ദൈനംദിനം ഈ വാർത്തകൾ നൽകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് കൊടുക്കുമ്പോൾ വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്നു, അറസ്റ്റിലേക്ക് നീങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം ജനം വന്നുകൊണ്ട് ചോദിക്കുന്നു, പറയുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. വീണ വിജയൻ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളത്, വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മൾ മാധ്യമത്തിൻ്റെ താല്പര്യമല്ല. നമുക്ക് അങ്ങനെ ഒരു ധർമ്മമില്ല, പക്ഷേ അജണ്ടയില്ല. പക്ഷേ ഇവിടെ വിഷയം ED അന്വേഷിക്കുമ്പോൾ ED മെയ് 27-ാം തീയതിയാണ് പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട് റെയ്ഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് വീണയുടെ പാസ്ബുക്ക് അടക്കം കടത്തിക്കൊണ്ട് പോകുന്നു, ഫോൺ കടത്തിക്കൊണ്ട് പോകുന്നു, അക്കൗണ്ട് 19 കോടി രൂപ കണ്ടുകെട്ടുന്നു. പിന്നെ വീണയെ ചോദ്യം ചെയ്യലിന് വേണ്ടി EDയുടെ കൊച്ചി ഓഫീസിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ അന്ന് വീണയ്ക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മറ്റൊരു ഡേറ്റാണ് ചോദിക്കുന്നത്. അങ്ങനെ വീണ ജൂൺ 17-ാം തീയതി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുന്നു. അന്ന് ചോദ്യം ചെയ്ത് വീണയെ പറഞ്ഞയക്കുന്നു. ചോദ്യം ചെയ്യലിൽ നിന്നും വീണയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അപൂർണമായിരുന്നു. വീണ്ടും 25-ാം തീയതി ചോദ്യം ചെയ്യാൻ 29-ാം തീയതി ചോദ്യം ചെയ്യലിന് വരണം എന്ന് പറഞ്ഞ് സമൻസ് അയക്കുന്നു. 29-ാം തീയതി ചോദ്യം ചെയ്യാൻ വേണ്ടി വീണയ്ക്ക് സമൻസ് അയക്കുമ്പോൾ 29-ാം തീയതി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വരാമെന്ന് വീണ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് 25-ാം തീയതി ഇന്നലെ ചോദ്യം ചെയ്യാൻ എത്തുന്നത്. ഈ ചോദ്യം ചെയ്യാൻ എത്തുമ്പോൾ സാധാരണഗതിയിൽ 10 മണിക്ക് ശേഷമാണ് ചോദ്യം ചെയ്യൽ, 11 മണിക്കാണ് കൃത്യമായ ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യൽ കഴിഞ്ഞ തവണയെല്ലാം നടന്നിരിക്കുന്നത്. വീണ 9:30 കൊച്ചിയിലെ ED ഓഫീസിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അസ്വാഭാവികമായ ചില നീക്കങ്ങളാണ് കണ്ടറിയാൻ സാധിച്ചത്. എന്തായാലും വീണയെ ED ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൽ നിന്നും EDക്ക് പരസ്പരം ബന്ധപ്പെടാത്ത പല ഉത്തരങ്ങളാണ് വീണയുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ള സൂചനകളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ CMRLുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് CMRL കർത്തയുടെ മകനും CMRL ജോയിൻറ്റ് ഡയറക്ടറായ ശരൺ കർത്തയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. CMRL കർത്തയുടെ ഭാര്യ ജയ കർത്തയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മകൾ ഷിബിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരിൽ നിന്നും ചോദ്യം ചെയ്ത് കിട്ടിയ മൊഴികളും CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് കിട്ടിയ മൊഴികളും നിലവിൽ വീണയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ മൊഴികളുമെല്ലാം ബന്ധപ്പെടുത്തി നോക്കി അവിടെ നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി വീണയെ വീണ്ടും 2-ാം വട്ടം ചോദ്യം ചെയ്യുമ്പോൾ വീണ പറഞ്ഞ ഉത്തരങ്ങളിൽ ധാരാളം പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. ഇവിടെയാണ് EDയുടെ മറ്റൊരു നീക്കം നടക്കുന്നത്.
നിങ്ങൾ എന്ത് തരത്തിലുള്ള സേവനമാണ് CMRL നൽകിയത് എന്ന് ചോദ്യത്തിന് വീണ പതിവ് പോലെ കൺസൾട്ടേഷനാണ്, ഞാൻ നേരിട്ടാണ് ഉത്തരം നൽകിയത് എന്ന് പറയുമ്പോൾ ഈ IT സംബന്ധമായ കൺസൾട്ടേഷന് വേണ്ടി IT കൺസൾട്ടേഷന് വേണ്ടിയിട്ട് CMRL മറ്റൊരു വിഭാഗം ജോലി ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക കൊടുത്ത് എന്തിനാണ് വീണയുടെ ഈ എക്സാലോജിക് എന്ന തീരെ അറിയപ്പെടാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കമ്പനിയിൽ നിന്ന് പിന്നെ എന്ത് സേവനമാണ് CMRL കിട്ടാനുള്ളത്? അപ്പോൾ തീർച്ചയായും അവിടെ പൊരുത്തക്കേടുകൾ വരുന്നു. വേറൊരു കമ്പനി ഇതേ കാര്യത്തിന് വേണ്ടി CMRL സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ആവശ്യങ്ങൾക്ക് വേണ്ടി IT കൺസൾട്ടേഷൻ എന്ന ഒരു രീതിയിൽ വീണ സേവനം നൽകിയെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് വീണയ്ക്ക് എക്സാലോജിക് എന്ന കമ്പനിക്ക് യാതൊരു തരത്തിൽ മുൻപരിചയമില്ല. അപ്പോൾ എന്ത് സേവനമാണ് നിങ്ങൾ നൽകിയത്, അതിനെന്ത് തെളിവാണെന്നുള്ളത് ചോദിച്ചപ്പോൾ നേരിട്ടാണ് മിക്കവാറും ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്, അതിന് തെളിവില്ല. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ CMRL ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി നിങ്ങളെ അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് രേഖാമൂലം ഇമെയിൽ അയക്കുകയോ എന്തെങ്കിലും ചെയ്തപ്പോൾ ഇല്ല, അത്തരം കാര്യങ്ങളെല്ലാം നേരിട്ടാണ് കൈമാറിയത് എന്ന് പറയുന്നത്. എന്നാൽ ഇവരയച്ച ഏതാണ്ട് 98ഓളം ഇമെയിലുകൾ ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തിയ ഇമെയിലുകളിലാവട്ടെ പണസംബന്ധമായ ഇടപാടുകളാണ്, ഞങ്ങൾക്ക് ഇന്ന സമയത്ത് പണം കിട്ടാനുണ്ട്, പണം അയക്കണം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ഉള്ളടക്കമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇമെയിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ വീണയുടെ ആ വാദം തന്നെ അവിടെ കളവാണെന്ന് തെളിഞ്ഞു. ഇവർക്ക് നേരത്തെ ഈ IT സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് മറ്റ് കമ്പനികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടോ എക്സാലോജിക്ക് ഇത്തരം സേവനങ്ങൾ? അതിനും ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. ഇവിടെയാണ് EDയുടെ നിർണായകമായ നീക്കം നടന്നത്. ഒരു ചോദ്യം, എങ്ങനെയാണ് CMRLൻ്റെ ഇത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു കരാറ് നിങ്ങൾക്ക് കിട്ടിയത്? താരതമ്യേന എക്സ്പീരിയൻസ് ഇല്ലാത്ത അടുത്ത കാലത്ത് മാത്രം രൂപം കൊടുത്തൊരു കമ്പനിക്ക് എങ്ങനെയാണ് CMRL പോലുള്ള അതിവിപുലമായ ഒരു വ്യാവസായിക ശൃംഖലയുടെ ഉടമയായ അല്ലെങ്കിൽ അത്തരം വ്യവസായം കൊണ്ടുപോകുന്നൊരു കമ്പനിയിൽ നിന്ന് നിങ്ങളെപ്പോലെ പരിചയമില്ലാത്തവർക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു കരാർ ഉറപ്പിച്ച് കിട്ടുന്നത്? ആരാണ് അതിൻ്റെ പിന്നിൽ എന്ന് ചോദിച്ചപ്പോൾ വീണയ്ക്ക് അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനുണ്ടായിരുന്നില്ല. ഇതിൽ നിന്നും ED മനസ്സിലാക്കുന്ന കാര്യം, അതായത് കേവലം സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്നൊരു കാര്യം, വലിയ വലിയ തുകകൾ കൊടുത്ത് IT സേവനം വീണയുടെ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിൽ നിന്നും CMRLന് കൈപ്പറ്റേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല. അപ്പോൾ CMRL മറ്റ് പല ആനുകൂല്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. അത് വീണയുടെ അച്ഛൻ കേരളത്തിൻ്റെ വലിയ ഔദ്യോഗികപരമായ ഉത്തരവാദിത്വപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു, മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ആളാണ്. അദ്ദേഹം തന്നെയാണ് പരിസ്ഥിതി വകുപ്പും ഖനന വകുപ്പും എല്ലാം അന്ന് കൈകാര്യം ചെയ്തിരുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ശ്രീമതി ടീച്ചറാണ്. ആ ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഈ പരിസ്ഥിതി വകുപ്പ് പിണറായി വിജയൻ ചോദിച്ചു മേടിച്ച് പിന്നീട് പിണറായി വിജയൻ തന്നെയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അവിടെയാണ് ഈ കേസിൻ്റെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. കാരണം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് 2019 കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം ചെയ്യുന്നതിനുള്ള അനുമതി കൊടുക്കാൻ പാടില്ല. ഇവിടെയാണ് KEMRL എന്ന് പറഞ്ഞ ചവറയിലുള്ള ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഖനനാനുമതി കൊടുക്കുന്നതോടൊപ്പം തന്നെ CMRL എന്ന കരിമണലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിലും തോറിയോ എല്ലാം വേർതിരിച്ചെടുക്കുന്ന ഈ CMRL എന്ന കമ്പനിക്ക് കരിമണൽ എത്തിച്ചു കൊടുക്കുന്നതിന് പിണറായി വിജയൻ വഴിവിട്ട ചില സഹായങ്ങൾ നൽകി എന്നുള്ള EDയുടെ കണ്ടെത്തൽ. അതിനുവേണ്ടി ആ സഹായങ്ങൾ കിട്ടിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് വീണയ്ക്ക് CMRL നിന്നും 1,78,00,000 രൂപയും പിന്നീട് 50 ലക്ഷം രൂപയെല്ലാം കൊടുത്തിട്ടുള്ളത് എന്ന് കണ്ടെത്തുമ്പോൾ തീർച്ചയായും ഇത് അച്ഛൻ മുഖ്യമന്ത്രിയായ അച്ഛനിൽ നിന്നും ഈ കമ്പനിക്ക് കിട്ടിയ വഴിവിട്ട സഹായങ്ങൾക്കുള്ള പാരിതോഷികമായോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യുപകാരമായി തന്നെയാണ് ഈ പണം നൽകിയത് എന്നുള്ളതാണ് EDയുടെ വിവക്ഷ. അവിടെയാണ് ഇവിടെ വലിയൊരു അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് കേവലം 1,78,00,000 രൂപയിലേക്കോ കൂടാതെ മറ്റൊരു 50 ലക്ഷം രൂപയിലേക്കോ അല്ല ഈ കാര്യം ഒതുങ്ങുന്നത്. ഈ സിന്തറ്റിക്കും റൂട്ടയിലെല്ലാം വേർതിരിച്ചെടുക്കുന്ന ഈ കമ്പനി തോറിയം പോലുള്ള അല്ലെങ്കിൽ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം പോലുള്ള അത്തരം മൂലകങ്ങൾ വേർതിരിച്ചെടുക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ വിൽക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ രാജ്യാന്തര ഭീകര സംഘടനകളുമായി ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിനിമയങ്ങൾ നടന്നിട്ടുണ്ടോ? അതായത് ആണവായുധം വരെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉള്ള മൂലകങ്ങളാണ് വേർതിരിച്ചെടുക്കുന്നത്, അതിൻ്റെ വിപണനമാണ് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ CMRL അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന
ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലേക്കെല്ലാം സംശയങ്ങൾ നീളുമ്പോൾ ഇവിടെ EDക്ക് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടതായി വരും. എന്നാൽ കേവലം കള്ളപ്പണ ഇടപാടുകളിൽ മാത്രമാണ് ED അന്വേഷിക്കുന്നത് എന്നുള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള സംശയം EDക്ക് വരുമ്പോൾ PMLA ആക്ട് പ്രകാരം PMLA ആക്ട് 66 പ്രകാരം ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്കോ അല്ലെങ്കിൽ വിജിലൻസിനോ എല്ലാം അന്വേഷിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ EDക്ക് സാധിക്കും. ED അത്തരത്തിൽ ഇടപെടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും ഈ കേസിൻ്റെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ 2 വട്ടം 2016 മുതൽ 2026 വരെ കേരളം ഭരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ. അപ്പോൾ വീണ വിജയൻ്റെ കമ്പനി CMRL നൽകിയിരിക്കുന്ന സേവനങ്ങൾ തുച്ഛം തന്നെയാണ്. അപ്പോൾ ഈ കരാർ ഉറപ്പിക്കുന്നതിന് കാരണം CMRL കിട്ടിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന വലിയ സഹായത്തിന് നൽകിയ പ്രത്യുപകാരമാണ് എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ED PMLA ആക്ട് 66 പ്രകാരം കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി CBI പോലുള്ള അല്ലെങ്കിൽ NIA പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇത് ശുപാർശ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ EDയുടെ റഡാറിൽ പിണറായി വന്നിരിക്കുന്നു, പിണറായിയിലേക്ക് കൂടുതൽ അന്വേഷണം ചെല്ലുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് കേവലം 1,78,00,000 രൂപയുടെ അല്ലെങ്കിൽ 2,78,00,000 രൂപയുടെ ഒന്നും ഇടപാടല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഏതാണ്ട് 10,000 കോടി രൂപ വരെ വരുന്ന ഇടപാടുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ED നടന്നെടുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയന് കുരുക്കാവുന്നു. പിണറായി വിജയൻ്റെ ഒരു ബിനാമി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വലിയ ഒരു കുടുക്കാണ് പിണറായി വിജയനും വീണ വിജയനും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അറസ്റ്റുണ്ടായാൽ EDക്ക് ഹാജരാക്കേണ്ടത് വരും. ആ തെളിവുകൾ സാംശീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നൊരു താമസം മാത്രമാണ് ഈ EDയുടെ വീണ വിജയനിലേക്കുള്ള എത്തിച്ചേരലിലും അറസ്റ്റിലും വൈകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇപ്പം നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് ഈ ED ആയാലും CBI ആയാലൊക്കെ. അപ്പം അവരെ വെച്ചിട്ടായിരുന്നു പല സംസ്ഥാനങ്ങളും അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി പിണറായി വിജയന് ആവശ്യമില്ല എന്നുള്ളത് കേന്ദ്രം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം ഇത്തരത്തിൽ അതിദയനീയമായി പരാജയപ്പെട്ട് കഴിഞ്ഞു CPM. പ്രത്യേകിച്ച് CPM പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ വോട്ടൊക്കെ പോകുന്നത് അങ്ങോട്ടാണ്, സ്വാഭാവികമായിട്ട് BJPയിലോട്ടാണ്. അത് ഉപകാരപ്പെടുന്നത് BJPയിലോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും അതിശക്തമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞാനും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കാണുന്നത്. കാരണം CPM ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ വോട്ട് എല്ലാം പോകുന്നത് BJPയിലോട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നേരിട്ട് കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് BJPയും തമ്മിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് കൂട്ടി വെച്ച് ആലോചിക്കണം തോന്നുന്നു. തീർച്ചയായിട്ടും ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി പിണറായി വിജയനെ കേരളത്തിൽ ഇങ്ങനെ താങ്ങി നിർത്തേണ്ട ആവശ്യം കേന്ദ്ര BJPക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഏതാണ്ട് 37 പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 29 വർഷമായിട്ട് നീണ്ടുപോകുന്നൊരു കേസാണെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയും നീട്ടിവെക്കപ്പെട്ടൊരു കേസില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് CBIയുടെ അഡീഷണൽ സോളിസിറ്റർ തുഷാർ മേത്തയ്ക്ക് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില ഒത്തുകളിയാണ് അതിൽ നടന്നിരിക്കുന്നത്. പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP നടത്തുന്ന കളികളാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും കൂടുതൽ MP-മാരെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുന്ന രീതിയാണ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളത്. അത് കോൺഗ്രസ് MP-മാരെയാണ്. അപ്പോൾ ആ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ BJPക്ക് സുരക്ഷിതമായി ഭരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് ഇല്ലാതെയാകുമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു BJPക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ തണ്ടിട്ട് താങ്ങി നിർത്തിയിരുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരള നിയമസഭയിൽ 3 സീറ്റ് കിട്ടിയതോടുകൂടി കോൺഗ്രസിന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരള ഭരണം വീണ്ടെടുക്കാൻ പറ്റി കഴിഞ്ഞപ്പോൾ BJP അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന
സ്ഥാനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ആയാലും ഇക്കുറി നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും ഒരു കാര്യം BJPയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി, ഇവിടെ BJPക്ക് വളരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ അല്ല തകർക്കേണ്ടത്, പകരം CPMന് തന്നെയാണ്. CPM ഇല്ലാണ്ടായാൽ മാത്രമേ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ അത് BJP അല്ല, CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ CPMനുണ്ടാകുന്ന അപഭ്രംശമായിരിക്കും BJPക്ക് വളരാൻ ഇവിടെ സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ ED കേസിലായാലും ഇനി തുടർന്ന് വരുന്ന ലാവ്ലിൻ കേസ് വിചാരണയിലായാലും പിണറായി വിജയനെ ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ട എന്ന് കേന്ദ്ര BJP ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര BJPയുടെ ഭാഗത്തു നിന്നും പിണറായി വിജയനൊരു സഹായം ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെ ആയിട്ടാണ് ഇപ്പോൾ EDയുടെ തുടരെയുള്ള ഈ വീണ വിജയന് നേർക്ക് നടക്കുന്ന ഈ അന്വേഷണവും. അതുപോലെ തന്നെ അന്വേഷണം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ ആ നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പിണറായി വിജയനെ ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ഇനി നിലനിർത്തേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നിയമത്തിൻ്റെ വഴിക്ക് പോകും. വീണ വിജയനിലൂടെ പിണറായി വിജയനിലേക്ക് എത്തിച്ചേരും EDയുടെ അന്വേഷണം അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. അക്ഷരാർത്ഥത്തിൽ ആ തെളിവുകൾ കൂടി സാംശീകരിച്ച് ഇപ്പോൾ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച തെളിവുകൾ EDക്ക് കൈമാറിയിരിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടുകൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെയാണ് EDക്ക് അത് പഠിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് വീണ വിജയൻ EDയോട് ആവശ്യപ്പെടുന്നു, ഞാൻ 25-ാം തീയതി ചോദ്യം ചെയ്യലിന് വരാം. ഓക്കെ ആയിക്കോട്ടെ എന്ന് EDയും പറഞ്ഞു. എന്നാൽ ED വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരു ഡേറ്റ് കൊടുത്തയച്ചിരിക്കുന്നു, നോട്ടീസ് അയക്കും. തീർച്ചയായും ഇനിയും വീണ വിജയനെ വിളിച്ചു വരുത്തുമ്പോഴേക്കും കൃത്യമായ തെളിവുകളുടെ സാംശീകരണം ഉണ്ടാകും. വീണ വിജയൻ അറസ്റ്റിലാകും. വീണ വിജയനിലൂടെ പിണറായി വിജയനിലേക്കും എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്.